ജഡ്ജി ആയാൽ എന്തുവാകാമെന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. അതായത് ഒരു പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ, അവനൊരു 50 രൂപ കൈക്കൂലി മേടിച്ച് അവനെ പൊടിയിട്ട് പിടിക്കും, വിജിലൻസ് പിടിക്കും, സസ്പെൻഡ് ചെയ്യും, ജയിലിലാക്കും, ഒക്കെയാക്കും. ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പകുതി കത്തിയ നിലയിൽ കണ്ടെത്തി. മാസം ഏതാണ്ട് 1.5 ഒരു നടപടിയായിട്ടില്ല. ജനം ചോദിക്കുന്നുണ്ട്, ഈ ജഡ്ജിമാരായാൽ എന്തും ചെയ്യാമോ? പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അത് ചില നടപടികൾ അതിൻ്റെ മുറയ്ക്ക് നീങ്ങുന്നുണ്ട്. ഈ ജഡ്ജിക്ക് പണി പോകുമോ? ഈ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാൻ പോവുകയാണ്. സംഗതി ശരിയാണ്. ഹരീഷ് സാൽവെ പോലുള്ള വലിയ അഭിഭാഷക പ്രമുഖരൊക്കെ ചോദിച്ചിരുന്നു, പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്നോ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്നോ ഒക്കെ ആയിരുന്നു ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ എന്തൊരു കോലാഹലമാകും. ഈ കോടതി തന്നെ ബഹളം വെക്കുമായിരുന്നു. കോടതി തന്നെ ബഹളം വെക്കും. സീസറിന്റെ ഭാര്യ പറഞ്ഞ് ഡയലോഗ് വിടുമായിരുന്നു. അതെ, എന്നിട്ട് രാജിവെപ്പിക്കുകയും ഒക്കെ ചെയ്യും. വലിയ പാവപ്പെട്ട കെ.എം. മാണിയെ പോലും വീട്ടിലൊരു നോട്ടെണ്ണുന്ന യന്ത്രം മേടിച്ച് വെച്ചു എന്നുള്ള ചെറിയ തെറ്റിന് പാവപ്പെട്ട കെ.എം. മാണിയെ രാജിവെപ്പിച്ചത് കോടതി. അതെ, ഇതിപ്പോ അതെ അതെ ഒരു ഭാഷയുണ്ട് അതില്. അപ്പോ ഈ നമ്മുടെ ഈ കാര്യത്തിൽ ഇപ്പൊ റിട്ടയർ ചെയ്തു പോയ സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ഒരു കമ്മീഷൻ, ഒരു പാനലിന് വെച്ചിരുന്നു, 3 അംഗ പാനല്. ആ 3 അംഗ പാനല് അവരുടെ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിൽ ഈ ജഡ്ജി കുറ്റം ചെയ്തിട്ടുണ്ട് യശ്വന്ത് വർമ്മ എന്നാണ് അതിൽ കണ്ടെത്തൽ എന്നുള്ളത് ഇപ്പോൾ പൊതുവെ അറിയാം. അദ്ദേഹം അത് ഒരു ശുപാർശ, അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻസ്, ശുപാർശ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അർത്ഥം വരുമല്ലോ, അതല്ല, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അന്വേഷണ റിപ്പോർട്ട് രാഷ്ട്രപതി മുർമുവിന് സമർപ്പിച്ചിരുന്നു. ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ രാഷ്ട്രപതി മുർമു അത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കും രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ധൻഖറിനും, അദ്ദേഹം അതിന് പറ്റിയ ആളാണല്ലോ, അദ്ദേഹത്തിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മൺസൂൺ സമ്മേളനത്തിൽ, അത് ജൂലൈ 3-ാം വാരത്തിൽ തുടങ്ങും, ഈ മൺസൂൺ സമ്മേളനത്തിൽ ഈ പ്രൊസീഡിങ്സ് തുടങ്ങാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെ പാനൽ, ആ 3 അംഗ പാനൽ ഇയാളെ ഇൻഡിക്റ്റ് ചെയ്തിരിക്കുന്നു, കുറ്റക്കാരനാണെന്ന് പറഞ്ഞിരിക്കുന്നു. മെയ് 3-ാം തീയതിയാണ് 3 അംഗ പാനൽ തീരുമാനിച്ച് ഈ റിപ്പോർട്ട് കൊടുത്തത്. മാർച്ച് 14-നാണ് ഈ തീപിടുത്തം ഈ ജഡ്ജിയുടെ വീട്ടിലുണ്ടായത്. എന്നിട്ട് സ്റ്റോർ റൂമിൽ നോട്ട് കെട്ടുകളൊക്കെ കണ്ടത്, കത്തിയതും ഒക്കെ. മാർച്ച് 22-നാണ് ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ചീഫ് ജസ്റ്റിസ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ, പിന്നെ GS സൊന്താവാലിയ, ചീഫ് ജസ്റ്റിസ് ഹിമാചൽ പ്രദേശിൻ്റെ, 2 ചീഫ് ജസ്റ്റിസുമാർ വേണമെന്നാണല്ലോ പാനലിൽ. അതിൻ്റെ കൂടെ അന്നു ശിവരാമൻ, കർണാടക ഹൈക്കോടതി, കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു. അതെ, പഴയ ശിവരാമൻ നായരുടെ മകള്. അപ്പോൾ അവർ മൊഴികളൊക്കെ എടുത്തു പല ആളുകളിൽ നിന്ന്. എന്നിട്ട് ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ ഇത് കൊടുത്തില്ല സുപ്രീം കോടതി. അപ്പോഴും സുപ്രീം കോടതിയെ പല ആളുകളും ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. മെയ് 9-ാം തീയതി സഞ്ജീവ് ഖന്ന ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി മെയ് 9-ാം തീയതി മുർമുവിന് ഈ ശുപാർശ സഹിതം സഞ്ജീവ് ഖന്ന സമർപ്പിച്ചു. എന്നിട്ട് ഇംപീച്ച്മെന്റ് പ്രക്രിയ തുടങ്ങാം എന്നാണ് അതിൽ ആ ശുപാർശയിൽ പറഞ്ഞിരിക്കുന്നത്. മോദിക്കും ആ റിപ്പോർട്ടും ഈ റെക്കമെൻഡേഷൻസും സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പേ ഈ യശ്വന്ത് വർമ്മയോട് രാജിവെച്ച് പോകാനായിട്ട് ഉപദേശിച്ചിരുന്നു. അയാൾ ചെയ്തില്ല. അയാൾ ചെയ്താൽ അത് സമ്മതമാവുമല്ലോ എങ്ങനെയായാലും, അതുകൊണ്ടായിരിക്കും രാജിവെക്കാത്തത്. അയാൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നു മാർച്ച് 20-ാം തീയതി അലഹാബാദ് ഹൈക്കോടതിയിലേക്ക്. ഏപ്രിൽ 5-ാം തീയതി അയാൾ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷെ പണിയൊന്നും എടുക്കുന്നില്ല, പണിയൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അല്ലേ? അവിടെ അങ്ങ് ഇരുന്നാൽ മതി. അപ്പോൾ ഇനി ഇത് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റ് പ്രമേയം, ആദ്യം പ്രമേയം വരികയാണ്, ഇംപീച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. ലോക്സഭയിൽ 100 MP ഒപ്പിടണം, രാജ്യസഭയിൽ 50 MP ഒപ്പിടണം ഈ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ പ്രതിപക്ഷവുമായിട്ട് ഒരു സമവായത്തിന് വേണ്ടി ഓം പ്രകാശ് ബിർളയും ധൻഖറും സംസാരിക്കും എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്.
അവരുടെയും കൂടി സഹായം വേണ്ടിവരും. അവസാനം ഇതിൽ 2/3 ഭൂരിപക്ഷം വേണം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഈ ജൂലൈ 3-ാം വാരം മൺസൂൺ സമ്മേളനം തുടങ്ങുമ്പോൾ ഇത് അവതരിപ്പിക്കും. ഭരണഘടനയിൽ 2 തരത്തിൽ ജഡ്ജിയെ മാറ്റാമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പെരുമാറ്റ ദൂഷ്യം, അയാൾക്ക്. 2 കഴിവുകേട്, ഈ ജോലി നിർവഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയൊക്കെ, വല്ല പ്രാന്തോ അങ്ങനെയൊക്കെ ഉണ്ട്. മുമ്പൊരിക്കൽ ഭ്രാന്തൻ ജഡ്ജി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇംപീച്ച്മെൻറ്റ് പ്രക്രിയയെപ്പറ്റി പറയുന്ന 1968 ജഡ്ജസ് ഇൻക്വയറി ആക്റ്റിൽ ആണ് പറയുന്നത്. ഇംപീച്ച്മെൻറ്റ് ഈ ലോക്സഭയോ രാജ്യസഭയോ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ, സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ മറ്റിടത്തെ 3 അംഗ അന്വേഷണ സമിതിയെ വയ്ക്കും. ആ സമിതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജി നേതൃത്വം കൊടുക്കും. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ്, ഏതെങ്കിലും ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, പിന്നെ ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ്, അങ്ങനെ ഒരാൾ, അറിയപ്പെടുന്ന നിയമജ്ഞൻ, അങ്ങനെ 3 പേര്. ആ റിപ്പോർട്ടിൽ കുറ്റക്കാരൻ എന്ന് കണ്ടാൽ പിന്നെ ഈ സഭകൾ ഈ ജഡ്ജിയെ റിമൂവ് ചെയ്യുന്ന കാര്യം ചർച്ച ചെയ്യും. എന്നിട്ട് 2/3 ഭൂരിപക്ഷം അതിൽ കിട്ടിക്കഴിഞ്ഞാൽ, കിട്ടണം അവിടെ ടോട്ടൽ ലോക്സഭയുടെയോ രാജ്യസഭയുടെയോ മൊത്തം അംഗങ്ങളുടെ 50% ഉണ്ടായിരിക്കണം. ഇത്രയും വ്യവസ്ഥകളുണ്ട്. അത് അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രപതി ഇയാളെ മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മുമ്പ് ജസ്റ്റിസ് രാമസ്വാമി എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ ഇംപീച്ച്മെന്റ് അല്ലേ രാജിവെച്ചു പോയി. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരെയും ഇംപീച്ച് ചെയ്ത് പുറത്താക്കിയിട്ടില്ല ഇതുവരെ. പ്രൊസീഡിങ്സ് ഒന്നിലേറെ തവണ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോഴേക്കും രാജിവെച്ച് പോവുകയാണ് പതിവ്. ഏതായാലും നമുക്ക് ഈ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതി, ജഡ്ജിമാർ ഇവർക്കെതിരെയാണ് ഇംപീച്ച് ചെയ്യാനുള്ള വ്യവസ്ഥയുള്ളത്. അല്ലാതെ അവരെ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ ജുഡീഷ്യറിയെ സംബന്ധിച്ച് മുമ്പൊരു ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജുഡീഷ്യറിയിൽ ഒരു 40% പേര്, എൻ്റയർ ജുഡീഷ്യറി, അതായത് ലോവർ കോർട്ട്, ഏറ്റവും മജിസ്ട്രേറ്റ് മുനിസിപ്പൽ കോടതി മുതൽ ഏറ്റവും അപ്പെക്സ് കോടതിയായ സുപ്രീം കോടതി വരെയുള്ള ജുഡീഷ്യൽ ഹയറാർക്കിയിൽ അഴിമതിക്കാറുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഈ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ ന്യായാധിപന്മാരായിട്ട് വരുന്നതും. പക്ഷേ കോടതികളെ സംബന്ധിച്ച് കോടതിക്കെതിരെ മുമ്പൊരിക്കൽ ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് എതിരെ സ്ത്രീ പീഡന കേസ് വന്നു, വലിയ പരാതി. അത് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം തന്നെ അത് അന്വേഷിച്ചു, അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ കുറ്റമുഖത്തിനാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന ജുഡീഷ്യൽ സംവിധാനത്തിനൊരു കുഴപ്പമുണ്ട് നമ്മുടെ രാജ്യത്ത്. കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർക്ക് ആരോടും ജനങ്ങളോടും ബാധ്യതയില്ല, ജനങ്ങളെ ഭരിക്കാൻ മാത്രമേ അറിയാവൂ. ട്രാൻസ്പെറൻ്റ് അല്ല, ഏത് തരത്തിൽ അവർ നിയമിക്കപ്പെടുന്നു എന്ന് അവർക്ക് ശമ്പളം കൊടുക്കുന്ന നികുതിദായകർക്ക് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ട്. അതായത് ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിയിട്ടാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെടുന്നത്. എന്തു മാനദണ്ഡം, എന്തു യോഗ്യത. പലപ്പോഴും നമ്മൾ അതിശയിക്കുന്നത് പല ജഡ്ജിമാരും പലരുടെയും ബന്ധുക്കളാണെന്നുള്ള ഒറ്റ കാറ്റഗറിയിൽ വരികയാണ്. അങ്ങനെ ആവാറുണ്ട്. കൊളീജിയം തീരുമാനിക്കുകയാണ്. കൊളീജിയത്തിൽ ഇരിക്കുന്ന ഒരു ജഡ്ജി മുമ്പ് വക്കീലായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുള്ളൊരു ജഡ്ജിയുടെ മകളോ മകനോ അല്ലെ അനന്തരവളോ ഉണ്ടെങ്കിൽ അദ്ദേഹം ശുപാർശ ചെയ്യുകയാണ് ആ ആളെ ജഡ്ജിയാക്കണം എന്നൊക്കെ. ഇതൊക്കെ പിന്നെ വെറുതെ പറയുന്നതല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും ഒക്കെ ജഡ്ജിമാരായിരുന്നവരുടെ മക്കളും ബന്ധുക്കളും ഒക്കെ ജഡ്ജിമാർ. ഒരുമാതിരി രാജഭരണം പോലെ ജഡ്ജിമാർ, അവരാരും കഴിവില്ലാത്തവരാണെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ആളുകളുടെ നോട്ടത്തിൽ എന്താണ് നിയമന പ്രക്രിയ? ഇപ്പോൾ തന്നെ സാറ് ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരുടെ അന്വേഷണം സംബന്ധിച്ച 3 അംഗ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു. വിവരാവകാശ പ്രകാരം ഒരു പൗരൻ ചോദിച്ചു ഒന്നും തരാൻ പറ്റില്ല എന്ന്, 26-ാം തീയതി ചോദിച്ചിരുന്നു, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണ് ജുഡീഷ്യറിയെ സംബന്ധിച്ച രഹസ്യമൊന്നുമല്ല. ഈ രാജ്യത്തെ നിയമവാഴ്ച ഉറപ്പാക്കേണ്ടെന്ന ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ജഡ്ജി, അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് ജനങ്ങൾ, അയാളുടെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കത്തിയ നിലയിൽ കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ കത്തിയ നിലയിൽ കണ്ടെത്തുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് സുപ്രീം കോടതി
ജനങ്ങളുടെ ശമ്പളം കൊണ്ട് പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ നികുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ജഡ്ജിമാരൊരു കമ്മീഷൻ, ആ കമ്മീഷൻ്റെ ചിലവ് വഹിച്ചതും ജനങ്ങളാണ്. അവർ ചോദിക്കുന്നു, അതായത് യജമാനന്മാർ ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടെന്ന് ചോദിച്ചാൽ തരാൻ സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കോടതിക്ക് അവരുടേതായ ചില റിസർവേഷൻസ് അവർ സ്വയം എടുത്തു വെക്കുക. ഞങ്ങളതൊന്നും ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരല്ല. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കാണാനും അറിയാനും കരുതുന്ന തരത്തിലേക്ക് സുതാര്യമായി മാറിയാൽ ഇത്തരം ശർമ്മമാർ അല്ലേ വർമ്മമാർ യശ്വന്ത് വർമ്മക്കെതിരെ നേരത്തെ CBI കേസുണ്ടായിരുന്നു. ജഡ്ജി ആകുന്നതിന് മുമ്പ് ജഡ്ജി തന്നെ ആകാൻ പാടില്ലാത്ത ആൾ. അതെ, ഇതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പം. കാരണം ഇങ്ങനെ ചില ആളുകൾ വരുമ്പോൾ മൊത്തം മോശമാവുന്ന സിസ്റ്റത്തെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസം പോകും. അപ്പോൾ സിസ്റ്റം നോക്കേണ്ടത് ഞങ്ങൾ 4-5 പേർ കൂടിയിരുന്ന് ഈ രാജ്യത്തെ 148 കോടി ജനങ്ങളുടെ ഭാഗതയെ അങ്ങ് തീരുമാനിക്കും എന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.